ലക്ഷ്മിയുടെ മരണം എന്ന് പറയുന്നത് ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു അതെ. അല്ലെ? അന്ന് ലക്ഷ്മിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് മാധവൻ അറിയോ? ചേച്ചിക്കന്ന് 1.5 വയസ്സ് 2 വയസ്സ് തികഞ്ഞിട്ടില്ല. ഈ ആക്സിഡന്റിൽ ആക്ച്വലി അമ്മയ്ക്കും സീരിയസ് ആയ ഒരു ഇഞ്ചുറി പറ്റിയായിരുന്നു. അതിൻ്റെതായ മെഡിക്കൽ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടി വരും. പക്ഷേ Still she is facing അപ്പോ അതിന്റെ അന്നത്തെ ഒരു ഇഞ്ചുറിയിൽ നിന്നും സഫർ ചെയ്യുന്ന ഒരാളാണ് അമ്മ. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകനായി ജനിച്ചു എന്നത് തന്നെ ആയിരിക്കുമോ? ഞാൻ മനുഷ്യനായ സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിന്റെയും മകനാണ്. ബ്യൂട്ടിഫുൾ. സൂപ്പർ സ്റ്റാർ, എവറിത്തിങ് എൽസ് ഇസ് പാർട്ട് ഓഫ് their or his for that matter, his profession. സുരേഷ് ഏട്ടൻ്റെ കൂടെ അഭിനയിച്ച ഏത് ഹീറോയിൻ ആയിരിക്കും മാധവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ശോഭന മാം എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ്. ഫീമെയിൽ ആക്ടർ എന്നുള്ള കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് സിനിമയിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ശോഭന മാം. എനിക്ക് 19 വയസ്സുള്ളപ്പോൾ തൊട്ട് സ്ക്രിപ്റ്റ്സ് വരുന്നതാണ്. മേ ബി ഈവൻ ബിഫോർ ദാറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ആക്റ്റീവ്ലി അറിയാൻ തുടങ്ങിയത് 2019 തൊട്ട് എനിക്ക് ഡയറക്ട്ലി സ്ക്രിപ്റ്റ്സിന് അപ്രോച്ച് ചെയ്തപ്പോഴാണ്, സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ്സ് വന്നപ്പോഴാണ്. ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് ഏത് ഏജിലാന്ന് അടുത്ത ചോദിക്കുന്നുള്ളൂ. 18, 19 ആണല്ലേ? ആ ഒരു പ്രായത്തില്. അമ്മ എല്ലാ കാര്യം കൊണ്ടും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ്. അതെ, എല്ലാ രീതിയിലും. നമുക്കൊരിക്കലും അച്ഛൻ്റെ ഒരു പ്രസൻസ് അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നിക്കാതിരിക്കാൻ അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. With speaking about someone who sacrificed their own life for someone else, be it their own kids. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ജനറേഷൻ ഒരുപാട് കാണാറുണ്ട്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ജനറലി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണോ? I think I have a contrasting opinion to that, because modern day life എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. നമ്മുടെ ഒരു ഡെഫിനേഷൻ ബ്യൂട്ടിഫുൾ എന്താണ്? 30-40 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയുടെ ഒത്തൊരുമ, ഒരേ അച്ഛനും അമ്മയ്ക്കും ജനിച്ച 4 മക്കള് 5 മക്കള്, ആ സമയത്ത് ഈവൻ മോർ കിഡ്സ് ഇൻ വൺ ഫാമിലി. അവരുടെ കുടുംബമാകുമ്പോഴും ഒരു കൂട്ടുകുടുംബമായിട്ട് നിൽക്കുക, ലോട്ട് ഓഫ് ടൈം കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. അന്നത്തെ പെർസ്പെക്റ്റീവ് ഓഫ് ബ്യൂട്ടിഫുൾ ലൈഫ് ഇന്നത്തേക്കാകുമ്പോൾ മാറി. കാലം മാറുന്നതനുസരിച്ചിട്ട് എല്ലാത്തിലും ഒരു മാറ്റം. ഇന്നത്തെ ഒരു ലൈഫിൽ ബ്യൂട്ടിഫുൾ എന്താണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പലരും പറയും ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഹാപ്പിനെസ്, ബീങ് കണ്ടന്റ് വിത്ത് വാട്ട് യു ഡൂയിങ് ഇൻ യുവർ ലൈഫ്. ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ചിലവര് ഇന്നത്തെ മെന്റാലിറ്റി വെച്ച് ഹാപ്പിയാണ്, ചിലവർ ഇന്നത്തെ മെന്റാലിറ്റി വെച്ച് ഹാപ്പി അല്ല. ചിലവരുണ്ട് പണ്ടത്തെ മെന്റാലിറ്റി വെച്ച് ഇന്ന് ജീവിക്കുന്നവരുണ്ട്, അതിലവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. മറ്റൊരാളുടെ അടുത്ത് ഇവരുടെ ജീവിതം ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പെർസ്പെക്റ്റീവിൽ അത് വ്യത്യാസം വരും. So it's very subjective if you think about it. It depends on what your definition of beautiful is. ഓക്കെ. പക്ഷെ മാധവന്റെ ലൈഫ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാധവന്റെ ലൈഫ് ഇതുവരേക്കും ഉള്ള നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഈ ലൈഫിനെ ഇത്രയും ബ്യൂട്ടിഫൈ ചെയ്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സുരേഷ് ഏട്ടൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകനായി ജനിച്ചു എന്നത് തന്നെ ആയിരിക്കുമോ? ഞാൻ മനുഷ്യനായ സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിന്റെയും മകനാണ്. ബ്യൂട്ടിഫുൾ. സൂപ്പർ സ്റ്റാർ, everything else is part of their or his for that matter, his profession. ആ പ്രൊഫഷനിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ സൂപ്പർ സ്റ്റാർഡം നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനായിട്ട് ജനിക്കുവാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ അതെന്റെ അച്ഛനും അമ്മയും തന്നെ. പക്ഷെ പുറം ലോകത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മാധവ് സുരേഷ് ആരാ? സുരേഷ് ഗോപി, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകനാണ്, രാധിക സുരേഷിന്റെ മകനാണ്. അതിന്റേതായ പെർക്സും ഉണ്ട്, അതിന്റേതായ ഡൗൺഫോൾസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പെർസ്പെക്റ്റീവിന്റെ കാര്യം, എല്ലാത്തിലും അതിന്റേതായ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അഗൈൻ ആൾക്കാർക്ക് ഒരു പബ്ലിക് ഇമേജിൽ നിൽക്കുന്ന ആള്, ഒരു പബ്ലിക് പേഴ്സൺ എന്ന് പറയാം, സെലിബ്രിറ്റി, അവരെ പറ്റി എന്തും തോന്നിയതുപോലെ വിളിച്ചു പറയാന്നുള്ള ഒരു മെന്റാലിറ്റി ചിലവർക്കുണ്ട്. അതേ സമയത്ത് ഈ സൂപ്പർ സ്റ്റാറിന്റെ മകനായി ജനിക്കുന്ന കൂട്ടത്തിൽ കിട്ടുന്ന ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ എൻ്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാനാണ്. ഞാൻ ആക്ടിങ്ങിന്റെ ഒരു പ്രൊഫഷനോ അതിൻ്റെ ഒരു ട്രെയിനിങ് നിലയിലോ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാണ്. എനിക്ക് എന്തുകൊണ്ടാണ് സിനിമ കിട്ടിയത്? സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് സിനിമ എന്നിലോട്ട് വന്നത്. അതൊരു പ്രിവിലേജ് ആണ്. അതിൽ ഞാൻ ആഗ്രഹിച്ച് വന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്ത് വന്നൊരു പ്രൊഫഷൻ അല്ല. അതൊരു പ്രിവിലേജ് ആയിട്ട് യു ക്യാൻ കോൾ ഇറ്റ് നെപ്പറ്റിസം.
കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രിവിലേജ് ആണ്. ഇത്രയും വ്യൂവർഷിപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രി, ശരിക്കും ഇത്രയും പെർക്സ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി, അതിലോട്ട് ആക്സസ് കിട്ടുക എന്ന് പറയുന്നത് obviously it's a privilege that comes from it. അപ്പൊ again there's negative, there's positive, just depends on what you take from it, what you develop and what you make of your life with that. അപ്പോൾ ചെറുപ്പം മുതലേ ശരിക്കും മാധവന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു നമ്മൾ അംബിഷൻ ചോദിക്കുമല്ലോ, അപ്പോഴേ എന്തായിരുന്നു ചെറുപ്പം മുതലേ എന്തിലേക്കായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്? ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, അത് നടന്നില്ല. ഓക്കെ. അപ്പോൾ അതിലേക്ക് അത് നടന്നില്ല എന്ന് പറയുന്നത് മാധവ് അതിനു വേണ്ടിയിട്ട് ശരിക്കും ഹാർഡ് ടൈം ട്രൈ ചെയ്തില്ല എന്നോ, അല്ലെങ്കിൽ സിനിമ ഇപ്പൊ പറഞ്ഞ പോലെ ഇറ്റ്സ് ക്വൈറ്റ് ഈസി അല്ലേ, പെട്ടെന്ന് ഇതിനെ പറ്റി എന്തോ പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് വന്നതുകൊണ്ട് എന്നാ ശരി ഞാൻ ഇത് ട്രൈ ചെയ്യാമെന്നോ, എങ്ങനെയായിരുന്നു ആ ഒരു ഇത്? ഫുട്ബോൾ നടക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ബട്ട് the majority of that I will blame on myself and the lack of discipline at that stage in my life. ഇന്നും ഞാൻ മോസ്റ്റ് ഡിസിപ്ലിൻഡ് ഹ്യൂമൻ ബീങ് എന്നല്ല പറയുന്നത്, മനസ്സിലായി. അന്നത്തെ എന്റെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആണ് എനിക്ക് ആ കരിയറിൽ ഡെവലപ്പ് ആവാൻ പറ്റാത്തത്. ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് ലവ് ടു ബിലീവ് ഐ ഹാവ് ദ ടാലന്റ്. ബട്ട് അഗൈൻ വേറൊരാളുടെ പെർസ്പെക്റ്റീവില് ഞാൻ ലെസ് ടാലന്റഡ് ആവാം, ഞാൻ മോർ ടാലന്റഡ് ആവാം. ഫുട്ബോൾ എന്റെ തന്നെ പുവർ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പോയൊരു കരിയർ ആയിരിക്കും. സിനിമ എന്നെ തേടി വന്നതാണ് ബിക്കോസ് ഓഫ് ദ ഫോർ മെൻഷൻഡ് ടാഗ് സുരേഷ് ഗോപി. ആ സിനിമ വരുമ്പോൾ എനിക്ക് 2019 തൊട്ട്, എനിക്ക് 19 വയസ്സുള്ളപ്പോൾ തൊട്ട് സ്ക്രിപ്റ്റ്സ് വരുന്നതാണ്. മേ ബി ഈവൻ ബിഫോർ ദാറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ആക്റ്റീവ്ലി അറിയാൻ തുടങ്ങിയത് 2019 തൊട്ട് എനിക്ക് ഡയറക്ട്ലി സ്ക്രിപ്റ്റ്സിന് അപ്രോച്ച് ചെയ്തപ്പോഴാണ്, സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ്സ് വന്നപ്പോഴാണ്. അതുവരെയും ഞാൻ റെഡി അല്ല എന്നുള്ള മെന്റാലിറ്റിയിലായിരുന്നു ഞാൻ നിന്ന്. എസ്പെഷ്യലി ഞാനൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ഫിലിമിലെങ്കിലും ഞാൻ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 2022 JSK എന്നൊരു പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ റെഡി ആയിട്ട് എനിക്ക് തോന്നി. ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള സ്കിൽ എനിക്കുണ്ടെന്ന് തോന്നി. അത് വിത്ത് ട്രൂ ജസ്റ്റിസ് ഒരു ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എന്നിൽ ഏൽപ്പിക്കുമ്പോഴത്തേക്കും അത് നിറവേറ്റാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് തോന്നി. അതുകൊണ്ട് JSK ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ദ റീസൺ ബിഹൈൻഡ് ചൂസിങ് സിനിമ ഇസ് നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ എന്നും വരത്തില്ല. ഇഫ് ഇറ്റ് കീപ്സ് കമ്മിങ് ഫോർ യു, മേ ബി ദർസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. ഈ പ്രൊഫഷനാണ് എൻ്റെ വീട്ടിൽ അന്നെ എത്തിച്ചിട്ടുള്ളത്. ദിസ് പ്രൊഫഷൻ മെയ്ഡ് സുരേഷ് ഗോപി എ സൂപ്പർ സ്റ്റാർ. സുരേഷ് ഗോപി ദ സൂപ്പർ സ്റ്റാർ ഡിഡ് നോട്ട് മേക്ക് ആക്ടിങ് ഓർ മലയാളം സിനിമ ബിഗ്. സിനിമ മെയ്ഡ് ഹിം. ഞാൻ കഴിച്ചു വളർന്നതും ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ പ്രിവിലേജസും അതിലൂടെ വന്നതാണ്. അത് എന്നെ തേടി വരുമ്പോൾ അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്തു. ആൻഡ് അഗൈൻ ഞാൻ ഒരു ന്യൂ കമറാണ്. ഇതിനെ ഒരുപാട് എക്സ്പീരിയൻസോടെയോ അല്ലാതെ ഒരുപാട് പഠിച്ചോ വന്ന ഒരാളല്ല ഞാൻ. ഫസ്റ്റ് മൂവി സുരേഷ് ഗോപി കാരണം കിട്ടി. സെക്കൻഡ് മൂവി തൊട്ട് തേർഡ് മൂവി തൊട്ട് സുരേഷ് എന്ന ആക്ടറിന്റെ കാലിബർ തെളിയിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ മാത്രം ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ സ്വീകരണം എന്റെ ഭാഗ്യം പോലെ ഇരിക്കും. അതിന്റെ ഒരു മിക്സ് വരുമ്പോഴത്തേക്കും ഞാൻ ഈ സിനിമയിൽ നമുക്ക് 10 വർഷം കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കാൻ പറ്റുമോ, 5 വർഷം കഴിഞ്ഞ് ഇരിക്കാൻ പറ്റുമോ, 30 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് അന്നറിയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. ഞാൻ സുരേഷ് ഏട്ടനെ കുറിച്ചാണ് എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരും കൂടുതലും ചോദിക്കുന്നതും ഇപ്പൊ നമ്മൾ സംസാരിച്ചതും എല്ലാം സുരേഷിനെ കുറിച്ചാണ്. എനിക്കിനി ചേച്ചിയെ കുറിച്ചും കൂടെ പറയൂ. നമ്മുടെ സ്വീറ്റ് രാധികേച്ചി എന്ന് പറയുന്നത് എത്ര സ്വീറ്റ് ആണ്. അടുപ്പമുള്ള എല്ലാവർക്കും അറിയാം. സച്ച് എ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഹാർട്ടാണ്. ആ സ്വീറ്റ് ആയിട്ടുള്ള അമ്മയെ കുറിച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സുരേഷ് ഏട്ടന്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു തരാം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ചോദ്യം വന്നതിൽ. കാര്യം ഞാൻ എന്നും പ്രതീക്ഷിച്ചായിരുന്നു, ഇങ്ങനത്തെ ഒരു എക്സ്പെക്ട് ചെയ്ത ഇങ്ങനത്തെ ഒരെണ്ണം വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഇന്ന് സുരേഷ് ഗോപി എന്ന പൊളിറ്റീഷ്യന്റെയും റെസ്പോൺസിബിലിറ്റീസ് കാരണം ഒരുപാട് ടൈം ഫാമിലി ആയിട്ടും സ്വയമേ സെൽഫ് ടൈം എന്നൊരു ടൈം പോലും സാക്രിഫൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ജീവിതകാലം മൊത്തം. അങ്ങനെ ഒരാളായിട്ട് സ്വന്തം മക്കൾക്ക് പോലും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അത് അറിഞ്ഞു തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മണിക്കൂർ ട്രിവാൻഡ്രത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ എറണാകുളത്തുനിന്നോ കോട്ടയത്തുനിന്നോ ഡ്രൈവ് ചെയ്ത് വന്ന 2 മണിക്കൂറും വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആളായിരുന്നു അച്ഛൻ. സ്വാഭാവികമായിട്ടും ഒരാൾ അവിടെ വീട്ടിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അവരുടെ പേഴ്സണൽ പാഷൻ ആണെങ്കിലും കരിയർ ആണെങ്കിലും എല്ലാം സാക്രിഫൈസ് ചെയ്ത് ടു ഹോൾഡ് ഫോർട്ട്, വീട് നിലനിർത്താനായിട്ട് എല്ലാം മാറ്റി വെച്ചിരുന്ന ഒരാൾ എൻ്റെ അമ്മയാണ്.
ആ അമ്മയായിട്ടാണ് നമ്മൾ 4 മക്കളും ഏറ്റവും കൂടുതൽ ടൈം ആക്റ്റീവ്ലി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്നെ പറ്റി എനിക്ക് അച്ഛനെ എത്ര അറിയാവോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും അമ്മ എനിക്ക് എന്തുമാത്രം അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും അതിനെപ്പറ്റി. ഓക്കെ, പറയൂ രാധി ചേച്ചിനെ കുറിച്ചും കൂടെ. അഗൈൻ അമ്മ സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈയിടെ കണ്ടപ്പോൾ സുരേഷ് ചേട്ടൻ ഇപ്പോൾ ഈ പൊളിറ്റിക്സും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ആ കല്യാണത്തിന്റെ സമയത്തും ഒക്കെ പറയുമ്പോൾ പറയും, എൻ്റെ വീട്ടിൽ ഒരു കാര്യവും എനിക്കറിയില്ല, എനിക്കൊന്നും അതെല്ലാം രാധികയാണ്, അവള് മാനേജ് ചെയ്യണതാണ്. അന്ന് സുരേഷ് ചേട്ടനും ഒരുപാട് പറയുന്നുണ്ടായിരുന്നു, രാധികേച്ചി ഇത്ര മനോഹരമായിട്ട്, അതിപ്പം യു ജസ്റ്റ് സെഡ് ഇറ്റ്, അത് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാധികേച്ചി എനിക്കിപ്പോൾ പേഴ്സണലി അറിയാൻ കൂടെ ചെയ്യാവുന്നത് കൊണ്ട് രാധികേച്ചിനെ കുറിച്ച് നമ്മൾ ഫ്യൂ വേർഡ്സ് പറയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മുടെ അറിയാത്ത ഇവരും അറിയണം രാധികേച്ചിയുടെ ഇൻവോൾവ്മെന്റും നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെയും ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ലേഡി. പറയൂ. അമ്മയെ പറ്റി പറയുന്നതിന് മുന്നേ ഈ ഒരു ജനറേഷനിൽ എപ്പോഴും ഒരുപാട് പ്രാധാന്യം പോവാത്ത ഒരു കാര്യമുണ്ട്, സാക്രിഫൈസിങ് ഫോർ സമ്മൺ എൽസ്. ഒരു കല്യാണത്തിൽ മെയിൻലി ഒരു വിവാഹം നടക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്കും അവരുടേതായ റോൾസ് ഉണ്ട് ഒരു മാരേജ് സസ്റ്റെയിൻ ചെയ്യാൻ. സുരേഷ് ഗോപി വാസ് ദ പ്രൊവൈഡർ. ഹി വെന്റ് ഔട്ട്, സാക്രിഫൈസ്ഡ് എവറിത്തിങ് ടു പ്രൊവൈഡ്. അതേപോലെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന സസ്റ്റെയിൻ ചെയ്യാൻ അതേപോലെ സാക്രിഫൈസ് ചെയ്ത ഒരാളാണ് രാധിക സുരേഷ്. അമ്മ എല്ലാ കാര്യം കൊണ്ടും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ് എല്ലാ രീതിയിലും. നമുക്കൊരിക്കലും അച്ഛൻ്റെ ഒരു പ്രസൻസ് അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നിക്കാതിരിക്കാൻ അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. സോ സ്പീക്കിംഗ് അബൌട്ട് someone who sacrificed their own life for someone else, be it their own kids. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ജനറേഷൻ ഒരുപാട് കാണാറുണ്ടോ? എല്ലാവരും അവരുടെ കാര്യം നേടാൻ വേണ്ടി നടക്കുന്ന ഒരു ജനറേഷനിൽ ഞാൻ കണ്ടു വളർന്നത് എല്ലാം സാക്രിഫൈസ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. അതേപോലെ ഒരു സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരാളുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ മാത്രം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് ദർസ് എനിത്തിങ് അബൌട്ട് മൈ റെസിലിയൻസ് ഓർ മെന്റൽ സ്ട്രെങ്ത് ഓർ വിൽ ടു പുഷ് ഫോർവേഡ്, നേരത്തെ ചോദിച്ച പോലെ സിനിമയിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ, എനിക്ക് അതിനൊരു ഉത്തരം തരാനോ അതേപോലെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കാനോ ഉള്ള ശേഷിയും വിവരവും തന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രാധികേച്ചി ഇപ്പൊ സുരേഷ് ചേട്ടന്റെ അപ്സും ഡൗണും ഈ ആ ഒരു ഫേസ് എല്ലാം കൂടെ നിന്ന് കണ്ടതാണ് അല്ലേ? നിങ്ങൾ അന്നേരം കുറച്ചും കൂടി കിഡ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നിപ്പോ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഗോകുൽ മൂവിയിലേക്ക് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാധവ് വരുന്നു. നിങ്ങളിപ്പോ ഇത്രയും വലിയ കുട്ടികളായി. അപ്പം അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വൈസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അച്ഛന്റെ പ്ലസും മൈനസും കണ്ടു വളർന്ന എങ്ങനെയാണ് ഇതെന്നൊക്കെ കണ്ട ഒരു അമ്മയുണ്ടല്ലോ. അപ്പൊ അമ്മയുടെ വക എന്തൊരു അഡ്വൈസ് ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഗോകുലിനാണെങ്കിലും മാധവിനാണെങ്കിലും? വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ 4 മക്കളുടെയും അക്കാഡമിക് എക്സലൻസ് എന്ന് പറയത്തില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ ഒരുപാട് പ്രാധാന്യം അമ്മയും അച്ഛനും നൽകിയിട്ടുണ്ട്. പക്ഷെ ആക്റ്റീവ്ലി വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അമ്മ ആയതുകൊണ്ട് അമ്മ അത് നമ്മുടെ ഒരു കോറിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ മാസ്റ്റേഴ്സ് എടുത്ത് PhD ചെയ്ത ആൾക്കാരൊന്നും അല്ല. അക്കാഡമിക്കലി എല്ലാവരും അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അമ്മയുടെ അടുത്ത് ഇന്ന് ചോദിക്കുകയാണ് മകനെ ആക്ടറായിട്ട് കാണണോ അതൊരു ഓഫീസിൽ ജോലി ചെയ്ത് കാണണോ, അമ്മ തീർച്ചയായിട്ടും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതേ പറയത്തുള്ളൂ. അതേപോലെ ഒരു കരിയറിന് അതിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഐ കൻ ബി വെരി ഓണസ്റ്റ് അബൌട്ട് ദിസ് പ്രൊഫഷൻ. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. വേറൊരാളുടെ പെർസ്പെക്റ്റീവ് കൊണ്ട് പലപ്പോഴും സക്സസ്ഫുൾ ആവുന്ന ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു കരിയറാണ്. പ്രേക്ഷകരാണ് ആക്ടേഴ്സിനെയും സക്സസ്ഫുൾ ആക്ടേഴ്സിനെയും സൂപ്പർ സ്റ്റാർസിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരാൾ എത്ര പണിയെടുത്താലും ആ പണി എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുന്നു അതിലൂടെ മാത്രമാണ് ഒരു കരിയറിന്റെ സക്സസ് ലെവലോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ സക്സസ് ലെവലോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആവുന്നത്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പാരന്റ് ആൻഡ് ലൈക്ക് ബോത്ത് പാരന്റ്സിന് എപ്പോഴും അവരുടെ മക്കള് ഒരു സ്റ്റേബിൾ കരിയർ, ഒരു സ്റ്റേബിൾ ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കാണുമല്ലോ. അത് എന്നും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ആളാണ് അമ്മ. ഓക്കെ. ഇനി സുരേഷ് ചേട്ടന്റെ എല്ലാ സിനിമകളും തന്നെ മാധവ് കണ്ടിട്ടുണ്ടാവില്ലേ? മിക്കതും 280 സിനിമ, 280 പ്ലസ് 286 മൂവീസും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല.
കണ്ടിട്ടുണ്ട്, 100 സിനിമ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും. അതിൽ സുരേഷ് ഏട്ടൻ്റെ കൂടെ അഭിനയിച്ച ഏത് ഹീറോയിൻ ആയിരിക്കും മാധവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അച്ഛൻ ആരുടെ കൂടെ അഭിനയിക്കുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു കുറച്ചും കൂടെ ഇഷ്ടം തോന്നുന്നത്? എനിക്ക് പേഴ്സണലി അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആണോ? പെർട്ടിക്കുലർ ഗംഗ, ശോഭന മാം. ശോഭന മാം എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ്. ഫീമെയിൽ ആക്ടർ എന്നുള്ള കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് സിനിമയിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ശോഭന മാം ആണ്. ഷീസ് എ ഡിഫറെന്റ് ലീഗ്. ശോഭന മാമിനെ പോലെ ഒരു പെർഫോമർ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടുമില്ല. അഗൈൻ ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും KPSC ലളിത മാം ആണെങ്കിലും കവിയൂർ പൊന്നമ്മ മാം ആണെങ്കിലും എൻ്റെ മുത്തശ്ശിയുണ്ട് ആറന്മുള പൊന്നമ്മ, ഇവരെ എല്ലാവരും ഡിസ്ക്രെഡിറ്റ് ചെയ്യുമല്ല. പക്ഷെ പല ഡൈനാമിക്കിലും പല രീതിയിലും പല ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സും എഫേർട്ട്ലെസ് ആയിട്ട് ഇത്ര പുൾ ഓഫ് ചെയ്തത് എനിക്ക് വേറൊരു പേരും ആലോചിക്കാൻ പറ്റത്തില്ല. ശോഭന മാം തന്നെയാണ്. മഞ്ജു ആന്റിയെ പറ്റി പറയാനാണല്ലോ, മഞ്ജു വാര്യർ. ഷീസ് എൻ ഇൻക്രെഡിബിൾ ആക്ട്രസ് മഞ്ജു ആന്റി. പക്ഷെ ശോഭന മാം ഇസ് ഓൺ എ ഡിഫറെന്റ് ലീഗ്. സോ ഷീസ് ഇൻകംപാരബിൾ ഫോർ മീ. അച്ഛൻ്റെ പേരായിട്ട് പല സിനിമയിലും ശോഭന മാം വന്നിട്ടുണ്ട്. എനിക്കത് ആലോചിക്കുമ്പോ എന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആയിട്ട് എന്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്റെ മനസ്സിലോട്ട് വരും. സോ ഇറ്റ്സ് എ വെരി ഈസി ആൻസർ ഫോർ മീ ദാറ്റ്. ഓക്കെ. ഇതിപ്പം സുരേഷന്റെ അമ്മയായിട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചിയും ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി നമ്മുടെ സുരേഷ് ഏട്ടന്റെ നമ്മളൊരു മൈൽ സ്റ്റോൺ, ഒരു ഫാൻസ് മീറ്റ് നടത്തിയിരുന്നു സുരേഷ് ഏട്ടന്റെ, സുരേഷ് ഗോപിയുടെ ഫാൻസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട്. അന്ന് സുരേഷ് ഏട്ടന്റെ സർപ്രൈസ് കൊടുക്കാനായിട്ട് സുരേഷ് ഏട്ടന്റെ ഇതേപോലെ തന്നെ സിനിമയിലെ ഇപ്പൊ പറഞ്ഞൊരാളല്ല, വേറൊരു നായികയാണ്. അന്ന് സർപ്രൈസ് ആയിരുന്നു, അച്ഛൻ അറിയവേ ഇല്ലായിരുന്നു. സർപ്രൈസ് ആയിട്ട് അന്നൊരു നായികനെ നമ്മൾ കൊണ്ടുവന്നു. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് അതൊന്ന് കാണാം. ഹലോ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. Hi dear. Hi dear. I can't get what you're saying. We are recording. We are on a show, and in fact we are. Yeah. That's lovely, sir. Yeah. We were talking about. In fact, the anchor was asking me about 2 films. My name? Suresh Gopi, sir. മനസ്സിലായി. ഓ മാം, സോ ഹാപ്പി ആക്ച്വലി. മാമിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ വിചാരിച്ചില്ല. That's Meera. Anchor person. Okay. കണക്ട് ആയി സർ, കണക്ട് ആയി. ആൻഡ് സോ ഹാപ്പി ആക്ച്വലി. Hi, sir. How are you doing? How are you doing? പ്ലിങ് പ്ലിങ് ആയെന്ന് പറഞ്ഞ പോലെ സുരേഷ് ഏട്ടാ. എല്ലാവരും കൂടി എനിക്കിട്ട് പണിഞ്ഞതാണ്. ഞാൻ എന്തിനാ ഈ സുന്ദരപുരുഷന്റെ കാര്യം സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? യെസ്. It's been so long. സുന്ദരപുരുഷൻ മാത്രമല്ലല്ലോ, അല്ല, ലേലം. അതെ, ലേലമായിരുന്നു ആ എന്തൊരു ഹിറ്റ് മൂവി ആയിരുന്നു അല്ലേ ആ ഒരു സമയത്ത്. ലേലം എന്ന് പറയുമ്പോഴത്തേക്കും അഗൈൻ എനിക്ക് ഒരു ഇന്റർവ്യൂല് വന്നൊരു ചോദ്യമായിരുന്നു, അച്ഛന്റെ ഏത് ക്യാരക്ടർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ലേലമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ലേലം ആൻഡ് വാഴുന്നൂർ. ബിക്കോസ് അഗൈൻ ഓൾറൗണ്ട് പാക്കേജസ് ആയി ഈ 2 ക്യാരക്ടേഴ്സും, ചാക്കോച്ചി ആയാലും കുട്ടപ്പയാണെങ്കിലും. അതെ, എന്റെ ബ്രദറിനും അതെ. എന്റെ ബ്രദർ ഈ 2 മൂവിയും എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എത്രയോ തവണ. ആക്ഷൻ ഉണ്ട്, ഇമോഷണൽ സീൻസിന് ഇമോഷൻസ് ഉണ്ട്, ദേഷ്യത്തിന് ദേഷ്യമുണ്ട്, സന്തോഷത്തിന് സന്തോഷമുണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്, റൊമാൻസിന് റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഈ 2 സിനിമയിലും. നല്ലൊരു ഫാമിലി മൂവി അല്ലേ? അപ്പൊ എനിക്ക് ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ഈ 2 സിനിമയായിരുന്നു. ഈ ഒരു ജനറേഷനിൽ ആപ്ലിക്കബിൾ ആയ ഒരു സ്റ്റോറി ആർക്കെങ്കിലും ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ ഈ പ്രായത്തിൽ എനിക്ക് പറ്റത്തില്ല. ചാക്കോച്ചി ആയാലും കുട്ടപ്പയായാലും 24 വയസ്സുകാരന് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു 30-40 വയസ്സിൽ ആ സമയത്ത് ആർക്കെങ്കിലും അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാധവ് സുരേഷ് is waiting for your casting call.
മാധവ് സുരേഷ് ഇവിടെ മനസ്സ് തുറന്നിട്ട് അത് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും. അപ്പൊ എന്തായാലും നമുക്ക് 24 വയസ്സാണ്. ഇപ്പൊ മേക്കപ്പിൽ എന്തൊക്കെയാണ് മാധവ് ചെയ്യാൻ പറ്റുന്നത്? 1 ഇയർ തന്നെ സാധനം റെഡി ആയിട്ട് വരട്ടെ. നമുക്ക് പറയാൻ മേക്കപ്പിലൂടെയും നമുക്കത് റെഡിയാക്കാലോ. എങ്ങനെ വേണേലും പ്രായമുള്ള ആളാക്കാം, എങ്ങായിട്ടുള്ള ഇതാക്കാം, എല്ലാം നമ്മളൊക്കെ അങ്ങോട്ടില്ലേ. പക്ഷെ ക്യാരക്ടർ ഡെവലപ്മെന്റിലും ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഒരു സീൻ പുൾ ഓഫ് ചെയ്യുന്നതും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സീൻ പുൾ ഓഫ് ചെയ്യുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഇത്രയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് അത് ഓർഗാനിക്കലി തന്നെ അത് വരും. ഓർഗാനിക്കലി തന്നെ വരേണ്ടതാണ്. അത് വന്നാൽ രണ്ട് കൈകൊണ്ടും ഞാൻ സ്വീകരിക്കും. ബ്യൂട്ടിഫുൾ. അപ്പൊ അത് ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ മാധവ് അത് പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഏജ് ആണ്. ക്രിയേറ്റീവ് കണ്ടന്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന ഒരു എൻവയൺമെന്റ് ആണത്. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുക, ഇന്ന് തന്നെ ചെയ്തു. ഇനി മാധവ്, നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമത്തെ ഇടയിടയിൽ ഓരോരോ സെഗ്മെന്റ്സ് ഉണ്ട്. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾസ് ചോയ്സ് ആണ്. അതിൽ നമ്മൾ ചിലപ്പം ഇങ്ങനെ ഒരു സർവേ പോലെ നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് പേരുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് വായിക്കുക. അല്ലെ ചിലപ്പോൾ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരിലേക്ക് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഫോണിലൂടെ കണക്ട് ചെയ്യും. അപ്പൊ അവർക്ക് എന്തെങ്കിലും നമ്മുടെ ഗസ്റ്റിന്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ അവർ ചോദിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോണത് അതേപോലെ തന്നെ മോളി എന്ന് പറഞ്ഞൊരു ചേച്ചീനെ നമ്മളിപ്പം കണക്ട് ചെയ്യാണ്. അവർക്ക് എന്തോ ഒന്ന് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു മാധവിന്റെ അടുത്ത്. അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. ഹലോ ഹലോ, മോളി ചേച്ചിയാണോ? അതെല്ലോ. മോളി ചേച്ചി, ഞാൻ രമ്യാണ്, മൈൽ സ്റ്റോണിൽ നിന്ന്. പറഞ്ഞോ മോളെ. ഹാപ്പിയാണോ? പിന്നെന്താ, സുഖായിട്ടിരിക്കണു. ചേച്ചി സുഖായിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഓണമൊക്കെ നന്നായിരുന്നല്ലോ? നന്നായിട്ട് പോയി. ഓക്കെ ചേച്ചി, ഇന്നിപ്പോ എന്റെ കൂടെ മാധവ് സുരേഷ് ഉണ്ട്, നമ്മുടെ സുരേഷ് ഏട്ടന്റെ മോൻ മാധവ്. അറിയാലോ. അപ്പൊ മാധവിന്റെ അടുത്ത് ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചോളൂ കേട്ടോ, ഞാൻ മാധവിന് ഫോൺ കൊടുക്കാം. ഓക്കെ. ഹായ് ചേച്ചി. ഹായ് ചേച്ചി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോനെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ചേച്ചിയോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോനെ. മോനെ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്തെന്നറിയാവോ? പറഞ്ഞു ചേച്ചി. നമുക്ക് എപ്പോഴും സുരേഷ് ചേട്ടനെ കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സങ്കടം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ലക്ഷ്മി മോളുടെ കാര്യം. മോനുണ്ടായിരുന്നു ആ സമയത്ത്? മോനുണ്ടായിരുന്നോ? ലക്ഷ്മി ചേച്ചി അച്ഛന്റെ അമ്മയുടെയും ഫസ്റ്റ് ബോൺ ആയിരുന്നു, ആദ്യത്തെ കുഞ്ഞായിരുന്നു. ചേച്ചി പോയി കഴിഞ്ഞാണ് എന്റെ ചേട്ടൻ ജനിച്ചത്. ചേട്ടൻ കഴിഞ്ഞ് 2 ചേച്ചിമാരും ഞാൻ ഏറ്റവും ഇളയ ആളാണ്. നമ്മൾ ആരും ചേച്ചിയെ കണ്ടിട്ടില്ല. ആണല്ലേ? അതെ. ഓക്കെ ഓക്കെ. അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരേ ഒരു കാര്യം അതായിരിക്കും. തീർച്ചയായിട്ടും അവരുടെ ഒരു കുഞ്ഞല്ലേ നഷ്ടപ്പെട്ട, ഉറപ്പായിട്ടും. നമ്മളും സുരേഷനെ കാണുമ്പോ സുരേഷന്റെ ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴേ ഈ ഒരു ടോപ്പിക്ക് എപ്പോഴും ചേട്ടനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്കേ. അതെ അതെ. അതന്നെ, അതാണ് നമുക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണത്. അതെ, ഐ മീൻ അതിലൊരു അച്ഛന്റെ അമ്മയുടെയും വേദന നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ നമ്മളൊന്നും ഇല്ലായിരുന്നു, നമ്മൾ ജനിച്ചതോടെ അവർക്ക് അത് ആ ഒരു വോയിഡ് നഷ്ടപ്പെടത്തില്ല. പക്ഷെ ഗ്യാപ്പ് എപ്പോഴും അതൊരു വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. അതെ, എന്നും അത് കാണും അവരുടെ മനസ്സിൽ. ഓണമൊക്കെ ഹാപ്പി അടിച്ചു പൊളിച്ചോ? കുഴപ്പമില്ലായിരുന്നു. എനിക്ക് എന്റെ സിനിമയുടെ പ്രൊമോഷൻ വർക്ക് നടക്കുമായിരുന്നു, അപ്പൊ അതിന്റെ പുറകെ കുറെ ഓട്ടമായിരുന്നു. നമ്മൾ സിനിമ വരുമ്പോഴത്തേക്ക് എന്തായാലും കാണാം കേട്ടോ. തീർച്ചയായിട്ടും കാണണം ചേച്ചി. താങ്ക് യു. സുരേഷ് ചേട്ടനെയും ഗോകുലിനെയും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അതിന്റെ കൂടെ മാധവും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു ചേച്ചി. ഓക്കെ മോനെ, ശരി. താങ്ക് യു ചേച്ചി. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ. മൂവിയുടെ റിലീസ് ഒക്ടോബറിലേക്ക് മാറ്റിയല്ലേ? അതെ, ഒക്ടോബർ 2ലേക്ക്. ഓക്കെ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കുറെ യാത്ര ചെയ്യാലോ, പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട്. അതിന്റേതായ പരിപാടികൾ അല്ലേ? സ്റ്റിൽ അതെ, ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ആ ചേച്ചിയുടെയും ഒരു ഇതെന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഒരു മരണമായിരുന്നു അല്ലേ? അത് സുരേഷ് ഏട്ടനെ മാത്രമല്ല, സുരേഷിനോട് അടുപ്പമുള്ള എല്ലാവർക്കും വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഒബ്വിയസ്ലി നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് വേദന തന്ന ഒരു കാര്യമാണ്. ലക്ഷ്മിയുടെ മരണം എന്ന് പറയുന്നത് ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു അല്ലെ? അന്ന് ലക്ഷ്മിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് മാധവൻ അറിയോ? ചേച്ചിക്ക് 1.5 വയസ്സ്, 2 വയസ്സ് തികഞ്ഞിട്ടില്ല. 1.5 വയസ്സായിരുന്നു. കാറില് അച്ഛന്റെ ബ്രദർ ഉണ്ടായിരുന്നു, ട്വിൻസിൽ ഒരാളുണ്ടായിരുന്നു, ആൻഡ് അമ്മയും ഉണ്ടായിരുന്നു. ഈ ആക്സിഡന്റിൽ ആക്ച്വലി അമ്മയ്ക്കും സീരിയസ് ആയ ഒരു ഇഞ്ചുറി പറ്റിയായിരുന്നു. രാധേച്ചിക്ക് എന്താ പറ്റിയ? അമ്മയുടെ ഫീമർ, തൈ ബോൺ, അത് ഫുള്ളി ഫ്രാക്ചറായി. അകത്തുള്ള
ഇങ്ങനെ ഫീമറിനകത്തുള്ളൊരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് ബോഡിയിൽ ഫുൾ സ്പ്രെഡായി ഷോക്കിലോട്ട് പോയായിരുന്നു. ആൻഡ് ഷീ വാസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഫോർ എ വൈൽ. ഓ ഓക്കെ. അത് കാരണം ഇപ്പോൾ അഗൈൻ മൂവിങ് ഫോർവേഡ് ലൈഫിലും അമ്മയുടെ മുട്ട് ഏകദേശം കംപ്ലീറ്റ് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി റീപ്ലേസ്മെന്റ് ചെയ്യണോ? അത് അറിയത്തില്ല, അതിൻ്റെതായ മെഡിക്കൽ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടി വരും. പക്ഷേ സ്റ്റിൽ ഷീസ് ഫേസിങ് അപ്പോ അതിന്റെ അന്നത്തെ ഒരു ഇഞ്ചുറിയിൽ നിന്നും സഫർ ചെയ്യുന്ന ഒരാളാണ് അമ്മ. ഓക്കെ. പാരൻസിനുണ്ടായ ഒരു മെന്റൽ ടോളിന്റെ കൂടെ അമ്മയ്ക്ക് ഒരു ഫിസിക്കൽ ടോളും കൂടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓ എവിടെ വെച്ചായിരുന്നു ആക്സിഡന്റ്? കൊല്ലത്ത് വീടിനടുത്ത് വെച്ച്, കൊല്ലത്തെ അച്ഛൻ്റെ വീടിനടുത്ത് വെച്ചായിരുന്നു. ഓ ഓക്കെ. മറന്നുപോയ ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ്. പക്ഷെ ഇതിപ്പോ കോൾ വന്നതുകൊണ്ട് നമ്മൾ മനസ്സിലായില്ല, അത് മറന്നിട്ടും കാര്യമില്ല, നടന്ന് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മളാരും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്കിതിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തുമാത്രം വിഷമമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അതെന്റെ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല. സോ ഹാപ്പൻസ്. സുരേഷേൻ്റെ എപ്പോഴും ഓരോ ഇതിലും പറയാറുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ ചേച്ചിയും അത് ചോദിക്കാൻ കാരണം. ഓക്കെ, നമുക്കിനി ആ ഒരു മൂഡിൽ നിന്ന് നമുക്കൊന്ന് മാറി നമുക്കൊന്ന് ഒരു ഫൺ മൂഡിലേക്ക് പോകാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് കണ്ടോ 3 പിക്ചേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ആണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഇത് ലിഫ്റ്റ് ചെയ്തപ്പോൾ ഇത് ലിഫ്റ്റ് ചെയ്താൽ മതി. മലയാളം വായിക്കാൻ അറിയോ മാധവന്? ആണോ? ആ അപ്പോൾ ഇത് മലയാളിയല്ലേ, അങ്ങനെ പാരഗ്രാഫ്സോളം വരുന്ന മലയാളത്തിൽ സ്പീഡിൽ വായിക്കാൻ അറിയത്തില്ല. എന്നാലും വായിക്കാൻ പറ്റും. ഓക്കെ, എന്നാലും ഇവന്മാരിത് എങ്ങനെ അറിഞ്ഞു? ഇതാണ് യെസ് ആണെങ്കിൽ ഇതുടനെ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് കാണിക്കണം. ഓക്കെ, ഇതിവിടെ വെക്കാം. ഇനി അടുത്തത് ഇത് നോ ആണ് ആൻസർ എങ്കിൽ നഹി നഹി പറഞ്ഞാ മതി. നഹി എന്ന് പറഞ്ഞാ നഹി പോടാക്കേ. കണ്ട, ഇതാണ്, ഇതൊക്കെ ഓരോ സിനിമയിലെ ഓരോ ഡയലോഗ്സ് ആണ്. അടുത്തത് ഇത് ഇഗ്നോർ ചെയ്യാനുള്ളത് ഇതാ കമ്പിളിപ്പതപ്പ്. ഓക്കെ കൂൾ. ഓക്കെ, നമുക്കിനി ആ ഒരു ഫൺ സെഗ്മെന്റിലേക്ക് പോവാം. എങ്ങനെ 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 അതാണ് സെഗ്മെന്റിന്റെ പേര്. ആദ്യ കാഴ്ചയിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? അതെ, ഇവന്മാരിത് എങ്ങനെ അറിഞ്ഞു തുടങ്ങി? യെസ് കിട്ടി, അതെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അത് ഏത് പ്രായത്തിലായിരുന്നു മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 23-ാമത്തെ വയസ്സിൽ. അപ്പോഴായിരുന്നോ? ഒരു 1 ഇയർ മുന്നേ ആയിട്ടുള്ളൂ. ആണോ? ഓക്കെ, ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. അടുത്ത ചോദ്യം, കോ ആക്ടേഴ്സിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? നഹി. ഓക്കെ, പ്രണയം വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സോ അതും വോക്കലായിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വീട്ടിൽ പിടിക്കല്ലോ. അപ്പൊ അത് വീട്ടിൽ പിടിച്ചല്ല, നമ്മളായിട്ട് പറഞ്ഞിട്ടല്ലേ വീട്ടുകാർ അറിഞ്ഞേ അല്ലേ? ഓക്കെ, നിങ്ങളുടെ പ്രപ്പോസൽ ആരെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഇതും അതെ. ഇതൊക്കെ എങ്ങനെ അറിയുന്നു? അതാണ്, ആരൊക്കെ എവിടെ നിന്നൊക്കെ അറിയണു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, തേപ്പ് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് ഏത് ഏജിലാന്ന് അടുത്ത ചോദിക്കുന്നുള്ളൂ. I think 18, 19 ആണല്ലേ, ആ ഒരു പ്രായത്തില്. ആ സമയത്തൊക്കെ എവിടെയായിരുന്നു? ഇപ്പോ യു കെയിലല്ലേ ആ ഒരു ഏജില് അല്ലേ? ഓക്കെ, ഇനി മറ്റൊരാളുടെ പാത്രത്തിൽ കൈയിട്ട് വാരിയിട്ടുണ്ടോ? മറ്റൊരാളുടെ രഹസ്യം പുറത്തു പറഞ്ഞിട്ടുണ്ടോ? കമ്പിളിപ്പതപ്പാണത്. ഓക്കെ, വിളിക്കാത്ത പരിപാടിക്ക് വലിഞ്ഞു കയറി പോയിട്ടുണ്ടോ? ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഫീമെയിൽ എന്ന വ്യാജേന പുരുഷന്മാരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും വേറെ പ്രെറ്റൻഡ് ചെയ്ത് പുരുഷന്മാര് വന്നിട്ടുണ്ടോ? എന്നിട്ട് കണ്ടുപിടിച്ചോ?
കണ്ടുപിടിക്കാനൊന്നുമില്ല. ഞാൻ പൊതുവെ ഉള്ള ആൾക്കാർ ഇപ്പൊ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ആരാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാറുള്ളത്. സോ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം മാന്യതയോടെ സംസാരിക്കുന്നവരോട് ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അല്ല അതപ്പോ അതിനകത്ത് അവർ ഫേക്ക് ആയിട്ടാണോ അത് പുരുഷൻ സ്ത്രീ ആയിട്ടാണോ വന്നതെന്ന് പിന്നെ അപ്പൊ എങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? അത് പലപ്പോഴും സംസാരിക്കുന്ന രീതി കൊണ്ടും ആ കോൺവെർസേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി കൊണ്ടും പിന്നെ ക്യാച്ച് ചെയ്യും. സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള മാധവ് എന്ന് പറയുന്ന ഒരാൾ വളരെ ബ്രില്യന്റ് ആയതുകൊണ്ടും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ ഞാൻ പറയുന്നുമില്ല. അതെ, ബേസിക് മനുഷ്യന് വേണ്ട ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് അത് കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കാൻ ഓക്കെ. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാതെ വിമർശിക്കുന്നവരോട് സുരേഷ് ഏട്ടൻ എന്തായിരിക്കും അവരോട് പറയാനുണ്ടാവുക? ഈ വിമർശിക്കുന്ന മനുഷ്യരെ പോലെയും സ്വന്തം പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സ്വന്തം തീരുമാനം എടുക്കാനും സ്വന്തം ജീവിതം മുന്നോട്ട് ജീവിക്കാനും അതിനു വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എന്തും ചെയ്യാനും അവകാശവും സ്വാതന്ത്ര്യവും ഉള്ള ഒരു മനുഷ്യനാണ്.